ഇത് മൺട്രോ തുരുത്ത്. കൊല്ലം ജില്ലയിലെ സ്വർഗതുല്യമായ മൺട്രോ തുരുത്തിലൂടെ ഒരു ഫാമിലി ട്രിപ്പ്. ഇത്രയും പ്രകൃതിരമണീയമായ ഒരു കാഴ്ച അനുഭവം ഇന്ത്യയിലെന്നല്ല ലോകത്തെവിടെയാണ് നമുക്ക് ലഭിക്കുക? കായലും കനാലും കുഞ്ഞൻ പാലങ്ങളും കണ്ടൽക്കാടുകളും ഹരിതാഭയും പ്രകൃതിയുടെ കുളിർമയും താണ്ടി സ്വർഗ കവാടത്തിലേക്ക് കൊതുമ്പ് വെള്ളത്തിൽ തുഴഞ്ഞു കയറുന്ന ഒരു മനോഹര യാത്ര. മറക്കില്ല, അല്ലെങ്കിൽ മറക്കാൻ കഴിയില്ല. നിശബ്ദത ഭേദിച്ചെത്തുന്ന കിളികളുടെ മനോഹര ശബ്ദമാണ് എവിടെയും. ഈ കാണുന്ന സുന്ദരമായ കായ കണ്ട് ഞങ്ങൾ സന്തോഷിച്ചു. പക്ഷെ അധികം സന്തോഷിക്കേണ്ട, അത് മാരകമായ വിഷക്കായ് ഒതളങ്ങ എന്ന് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വിശദീകരണം വന്നു. പെട്ടെന്ന് മറ്റൊരു കാഴ്ച കണ്ട് ഞങ്ങൾ ഭയന്നു. വെള്ളത്തിനടിയിൽ ഒരു മനുഷ്യ ശരീരം. വില്ലൻ ഒതളങ്ങയാണെന്ന് ചിലർ, എന്നാൽ കക്ക വാരാൻ വെള്ളത്തിൽ മുങ്ങിയ ആളാണെന്ന് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. 3 മിനിറ്റ് വരെ പൊങ്ങാതെ കിടക്കുമത്രേ. കൊല്ലം ടൗണിൽ നിന്നും 25 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ബസ്സിലോ മറ്റു വാഹനങ്ങളിലോ നമുക്കിവിടെ എത്തിച്ചേരാം. ട്രെയിനിലാണ് യാത്രയെങ്കിൽ മൺട്രോ തുരുത്ത് സ്റ്റേഷനിൽ ഇറങ്ങിയാൽ സംഗതി എളുപ്പമായി. ഇടുങ്ങിയ പാലത്തിൽ തല തട്ടാതിരിക്കാൻ വള്ളത്തോടൊപ്പം ചേർന്ന് കുനിഞ്ഞിരിക്കണം. ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. യോഗ ക്ലാസ്സിലെ സൂര്യ നമസ്കാരത്തിനെ അനുസ്മരിപ്പിക്കും വിധം യാത്രികരെല്ലാം കുനിഞ്ഞു നൂരുന്നുണ്ട്. ഇതാണ് ഈ യാത്രയിലെ ഹൈലൈറ്റും. തലയല്ലേ പ്രധാനം, അതില്ലെങ്കിൽ പിന്നെ കാണാനൊരു ഭംഗിയുണ്ടാവില്ല. ഒരു നീർക്കാക്ക ചില്ലയിലിരുന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കടവിനടുത്ത മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂജാ സമയമാണ്. അതിനടുത്തായി നേരത്തെ തന്നെ പൂത്തുലഞ്ഞ കുന്നമരം. കടവത്ത് ആയുർവേദ റിസോർട്ടുകളും ഹോം സ്റ്റേകളും യഥേഷ്ടം കാണാനായി. തന്നോ യാത്രികരെല്ലാം അലർട്ടായി. അടുത്ത സൂര്യ നമസ്കാരത്തിന്റെ സമയമായിരിക്കുന്നു. ഒറ്റയ്ക്ക് ഞങ്ങൾക്കെതിരെ വരുന്ന വള്ളക്കാരനും യോഗാഭ്യാസം വിജയകരമായി പൂർത്തീകരിച്ച് പുറത്തു വരുന്ന കാഴ്ച ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. തലയുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടുള്ള ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മുന്നറിയിപ്പ് വന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ സൂര്യ നമസ്കാരത്തിൽ ഞങ്ങൾ വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള 18 പാലങ്ങളാണ് ഞങ്ങൾക്ക് ഈ യാത്രയിൽ പൂർത്തീകരിക്കാനുള്ളത്. പുതിയൊരു സംഘം യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന കാഴ്ചയാണ്. രാവിലെ 6 മണി മുതൽ തന്നെ ഇവിടുത്തെ വള്ളസവാരി തുടങ്ങിക്കഴിഞ്ഞിരിക്കും. വെയിലിൻ്റെ കാഠിന്യം കൂടുന്നതിന് മുമ്പായിരിക്കും നന്ന്. ഞങ്ങൾ സ്ഥലവാസിയായ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ സ്വന്തം വള്ളത്തിലാണ് ഞങ്ങളുടെ യാത്ര. 500 രൂപയാണ് മണിക്കൂറിന്. 2 മണിക്കൂർ യാത്ര ധാരാളം മതിയാകും. സൂര്യ നമസ്കാരം വിജയിച്ചതിൻ്റെ സന്തോഷം യാത്രികരുടെ മുഖത്ത് കാണാനായി. ഇനി അല്പം ചരിത്രം. അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിലാണ് ഈ കാണുന്ന മൺട്രോ തുരുത്ത്. കല്ലടയാറിൽ നിന്നുള്ള വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ കല്ലടയാറിൽ ഒരു കൈവഴി ഉണ്ടാക്കി വെള്ളം മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചുവിട്ടു. ഈ ഒഴുക്കിൽ ഉരുത്തിരിഞ്ഞതാണ് ഈ കാണുന്ന മൺട്രോ തുരുത്ത്. ഇതിന് നേതൃത്വം നൽകിയത് അന്നത്തെ ബ്രിട്ടീഷ് കേണൽ ജോൺ മൺട്രോ ആണ്. അങ്ങനെ മൺട്രോ തുരുത്തുണ്ടായി. ഗംഭീരം. തിരുവനന്തപുരം. ഈ കാണുന്നതാണ് കൊല്ലത്തെ പ്രശസ്തവും മനോഹരവുമായ ചെമ്മീൻ കെട്ടുകൾ. ഇപ്പോൾ നിറഞ്ഞോടുന്ന പൊന്മാൻ സിനിമയുടെ ലൊക്കേഷൻ ഇതാണ്. ഓർമ്മയില്ലേ ചെമ്മീൻ കെട്ടും തലവെട്ടിപ്പാടവുമൊക്കെ?
ചുണ്ടിൽ മീനുമായി പറന്നുയരുന്ന ഒരു നീർക്കാക്ക. ഇടുങ്ങിയ പാലത്തിനടിയിലൂടെ അഷ്ടമുടിക്കായലിൻ്റെ ദൃശ്യവിസ്മയത്തിലേക്ക്. 1988 പെരുമൺ തീവണ്ടി അപകടം ഓർക്കുന്നില്ലേ? അത് സംഭവിച്ചത് ഇവിടെയാണ്. മനോഹാരിതയ്ക്ക് നടുവിലും ഒരു വിങ്ങൽ. കണ്ടൽ മരങ്ങൾ കായലിൽ തീർത്ത വിസ്മയ കാഴ്ച. 2 കണ്ടൽ മരങ്ങൾക്കിടയിലേക്ക് ഞങ്ങളുടെ വള്ളം ഉണ്ണികൃഷ്ണൻ ചേട്ടൻ തിരികെ വച്ചു. സൂപ്പർ. കണ്ടൽ മരങ്ങൾ ചെറിയ പുള്ളികളല്ല, ശക്തവും ദൃഢവുമാണ് അതിൻ്റെ വേരുകൾ. ഹായ് ഹായ് തുടങ്ങി. ഖയാക്കിങ്ങിൽ മതിമറക്കുന്ന വിദേശ ടൂറിസ്റ്റുകൾ നല്ലൊരു ഫ്രെയിം സമ്മാനിച്ചു. മരക്കൊമ്പുകളിൽ വിശ്രമിക്കുന്ന നിരവധി പക്ഷികളാണിവിടെ. നെടുമങ്ങാടാണോ? അരുവിക്കര. എങ്ങനെ മനസ്സിലായി? നിങ്ങൾ പറയുന്നത് കേട്ടു. അവർക്ക് ആ തമാശ ഇഷ്ടപ്പെട്ടില്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മൺട്രോത്തുരുത്തിലെ മറ്റൊരു വ്യൂ പോയിന്റ്. മുട്ടുവരെ വെള്ളത്തിൽ ഇവിടെ നമുക്ക് കായലിൽ ഇറങ്ങി നടക്കാനാകും. ചുറ്റും പ്രകൃതി ഒരുക്കിയ ദൃശ്യവിസ്മയങ്ങളാണ്. യാത്രികരെല്ലാം സന്തോഷത്തിൻ്റെ പാരമ്യത്തിലാണ്. ദൂരെ മറ്റൊരു വഴിയിലൂടെ 2 കൊതുമ്പ് വള്ളങ്ങൾ വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി വരുന്നത് മനോഹര കാഴ്ചയായി. വ്യൂ പോയിന്റിലെ കാഴ്ചകൾ കണ്ട് വീണ്ടും വള്ളത്തിലേക്ക് കയറാൻ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ നിർദ്ദേശം വന്നു. കിട്ടിയ കുട്ടികളുമായി അവരുടെ വള്ളത്തിലേക്ക് കയറുന്ന മറ്റൊരു ടീമിനെയും ഞങ്ങൾ കണ്ടു. ദാഹമകറ്റാനായി കടവത്തുള്ള ഒരു ടീ ഷോപ്പിനടുത്തേക്ക് ഞങ്ങളുടെ വള്ളം അടുപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ മറന്നില്ല. തണുത്ത സോഡാ നാരങ്ങ വെള്ളമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. തണുപ്പ് ഉള്ളിൽ ചെന്നതോടെ ഞങ്ങൾ രജനി സ്റ്റൈലിലായി.
കണ്ടൽ മരങ്ങൾ സമ്മാനിച്ച പ്രകൃതിദത്തമായ ആർച്ചിനുള്ളിലൂടെ മറ്റൊരു മായാലോകത്തിലേക്ക് ഞങ്ങൾ. കറക്റ്റ് കണ്ണ് കണക്കാക്കി അഷ്ടമുടിക്കായലിൻ്റെയും കണ്ടൽ മരങ്ങളുടെയും കുളിർമ തേടി കണ്ടൽ മരങ്ങളുടെ വേരുകൾക്കിടയിലൂടെ ഈ ഇതാണ് മൺട്രോ തുരുത്തിലെ ഹൈലൈറ്റ്. പ്രകൃതിദത്തമായ 5 ആർച്ചുകൾ, അതിനിടയിലൂടെ കൊതുമ്പ് വെള്ളത്തിലെ മനോഹരമായ യാത്ര. ആരെയും മോഹിപ്പിക്കുന്ന ദൃശ്യവിസ്മയങ്ങളാണിവിടെ. ദൂരെ കരയിലൂടെ വാഹനങ്ങൾ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാനായി. ഇത് മൺട്രോ തുരുത്ത് യാത്രയിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പാലമാണ്. ഇവിടുത്തെ കടമ്പ ഞങ്ങൾ പാട്ടും പാടി തരണം ചെയ്തു. ചെമ്മീനുകൾക്ക് തീറ്റ കൊടുക്കുന്ന തൊഴിലാളികളെ ഞങ്ങൾക്കിവിടെ കാണാനായി. ഇത് ഈ യാത്രയിൽ ഞങ്ങൾക്ക് കടക്കാനുള്ള അവസാനത്തെ പാലമാണ്. അത് കടന്ന് ഞങ്ങൾ എത്തിയത് അതിമനോഹരമായ കാഴ്ചയിലേക്കാണ്. സഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുള്ള കൊതുമ്പ് വള്ളങ്ങളുടെ ഒരു നിര തന്നെയാണ് ഞങ്ങൾക്കെതിരെ വരുന്നത്. സഞ്ചാരിയുടെ മടിയിലിരുന്ന് കാഴ്ചകൾ കാണുന്ന പട്ടിക്കുഞ്ഞും സന്തോഷവാനാണ്. പ്രകൃതിയെ അടുത്തറിഞ്ഞ മൺട്രോ തുരുത്തിലെ മായക്കാഴ്ചകൾ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നു. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ വള്ളം കരയിലെ തെങ്ങിൽ ബന്ധിക്കുകയാണ്. മറ്റ് അവിസ്മരണീയ നിമിഷങ്ങളുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ ക്രിയേഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ആൻഡ് സീ യു അഗൈൻ.